ഇന്നത്തെ വീഡിയോ വെറും 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ മുടി കറുപ്പിക്കാം എന്നുള്ളതാണ്. ഒരു വർഷം വരെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഓഫീസിലും ഫംഗ്ഷനും ഒക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ്. പല ഹെയർ ഡേകളും പരീക്ഷിച്ച്, അതായത് നാച്ചുറൽ ഹെയർ ഡേ ആയാലും കെമിക്കൽ ഹെയർ ഡേ ആയാലും പരീക്ഷിച്ച് പല അലർജികളും ഉണ്ടായിട്ടുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. നാച്ചുറൽ ഹെയർ ഡേ അധികം പേർക്കും അലർജി ഉണ്ടാവാറില്ല. എന്നാലും ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം നീലയമരിയൊക്കെ അലർജി ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തത് 1 ടേബിൾ സ്പൂൺ കടുകാണ്. കടുക്, പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കരിഞ്ചീരകം. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലം തൊട്ടേ കടുകെണ്ണ മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പണ്ട് കാലം ഉള്ളവർക്ക് മുടി ഇത്ര പെട്ടെന്ന് നരക്കാറില്ല. കാരണം അവർ ഇതുപോലെയുള്ള എണ്ണകളായിരുന്നു സ്ഥിരം ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പല പല എണ്ണകൾ മാറി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഭക്ഷണ രീതിയും കാലാവസ്ഥയും സ്ട്രെസ്സും എല്ലാം തന്നെ നമ്മളുടെ മുടി കൊഴിച്ചലും മുടി നരക്കലും എല്ലാം വളരെ അധികം കൂടുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിൽ. ഒരു വല്ലാണ്ടൊന്നും പൊടിയണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു തുണിയിൽ കിഴി കെട്ടിയെടുക്കണം. നല്ല ടൈറ്റായി തന്നെ കിഴി കെട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെയുള്ള ബാക്കി ഭാഗം ഉണ്ടല്ലോ, തുണി അധികമുള്ളത്, അതൊന്ന് മുറിച്ച് മാറ്റണം. ഈ പ്രോസസ്സ് കുറച്ച് സമയം എടുക്കുന്നതായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ഇതുണ്ടാക്കി സൂക്ഷിക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മുടി കറുപ്പിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ നല്ലെണ്ണയിലാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണയുടെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഞാൻ പക്ഷേ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്. ഞാനിവിടെ കടുകെണ്ണ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പോൾ ഇതുപോലെ കത്തിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു മൺപാത്രം ഇതുപോലെ കമത്തി വെച്ചാൽ മതി. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൺമഷി ഉണ്ടാക്കാറില്ലേ നമ്മൾ? ഇപ്പോഴല്ലേ എല്ലാവരും വാങ്ങിക്കുന്നത്. ആ ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു മൺപാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇതുപോലെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു രീതി കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ചുറ്റും ഒരു 3-4 ഗ്ലാസ് വെക്കാം. ഇതുപോലെ ഹൈറ്റിൽ വെക്കാം. അതിനുശേഷം നമ്മളിതുപോലെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ കമത്തി വെക്കാം. കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. പ്ലേറ്റ് വെക്കുമ്പോഴായാലും നമ്മൾ ആ മൺപാത്രം വെക്കുമ്പോഴായാലും സൈഡിൽ കുറച്ചൊരു എയർ പോകാനുള്ള ഗ്യാപ്പ് വേണം. ഇതിപ്പോൾ 1-2 മണിക്കൂറിന് ശേഷം നമുക്ക് അത് മുഴുവനായും കത്തി പ്ലേറ്റും തണുക്കണം കേട്ടോ. നമ്മുടെ കൈയൊന്നും പൊള്ളാൻ പാടില്ല. കത്തി തീർന്ന ഉടനെ എടുക്കരുത്. ഒരിക്കലും അതിൽ നിന്ന് പൊടി താഴെ വീഴില്ല കേട്ടോ. ഇത് എൻ്റെ അമ്മയൊക്കെ ഒരുപാട് എൻ്റെ മക്കൾക്ക് കൺമഷിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ഇതുപോലെ. അതിന് വേറെയാണ് കേട്ടോ, കരിഞ്ചീരകമൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കാറ്, വേറെ സാധനമാണ്. പക്ഷേ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നല്ല മിനുസായിട്ടുള്ള പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പൊടിക്കുന്ന പോലെ ആക്കിയാൽ അത്ര നല്ല സ്മൂത്തായിട്ടുള്ള പൊടി നമുക്ക് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ കാണുന്നില്ലേ, നിങ്ങൾ എത്ര മാത്രം കറുക്കുന്നുണ്ട് നമ്മളെ കയ്യിലെന്ന് വെച്ചാൽ. ഇത് നമ്മളൊരു ബോട്ടിലാക്കി നമുക്ക് എത്ര കാലം വരെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പം ആ സമയത്ത് നമ്മളിത് എടുത്താൽ മതി കേട്ടോ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്തതിന് ശേഷം അല്ല കേട്ടോ കുളിക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട ഗ്ലിസറിനാണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ അവസാനം ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരു വർഷം വരെയൊക്കെ ഇത് ഉപയോഗിക്കാം. നമ്മൾ 2-3 ഡ്രോപ്സ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഇതിന് മുന്നേ നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്യുക ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഒരു സ്ഥലത്ത് പോകാൻ റെഡി ആയിട്ടുള്ളത്, ആ റെഡി ആയി കഴിയുമ്പോഴല്ലേ നമ്മൾ കാണുന്നത് കണ്ണാടിയിൽ നോക്കുമ്പം നമ്മുടെ മുടി നരച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓഫീസിൽ പോകുമ്പോഴായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നര മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം മുടിയിൽ നിൽക്കുന്നില്ല ഞാൻ പറയാം കൃത്യമായി. എനിക്കൊരു 4 ദിവസം നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്യുമ്പം ഇത് കുറയുന്നുണ്ട് കേട്ടോ. 4 ദിവസം ഞാൻ ഷാമ്പൂ ചെയ്തില്ലെങ്കിൽ മാത്രമാണ് എനിക്ക് 4 ദിവസം നിൽക്കുന്നത്. ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം അത്രേ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ ഡെയിലി ഷാമ്പൂ ചെയ്യുന്നവരതെങ്കിൽ എത്ര നിൽക്കുന്നില്ല എനിക്കറിയില്ല. ഞാനങ്ങനെ ഡെയിലി ഷാമ്പൂ ചെയ്യാറില്ല. താളി ഉപയോഗിച്ചാണ് കുളിക്കാറ്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഷാമ്പൂ ചെയ്യാറുള്ളൂ മുടിയിൽ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ ഒരു 250 രൂപ അത്ര വരുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുക്കാം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കണം. നമ്മൾ ഏത് സാധനം ഇപ്പോൾ കരിഞ്ജീരകമായാൽ പോലും നമ്മൾ നല്ലൊരു ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പൊടി ഒരിക്കലും തുറന്ന് വെക്കരുത്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി തന്നെ സൂക്ഷിക്കണം. ഇപ്പോൾ ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സൂക്ഷിച്ച് ഓരോ വിരലിലും ആക്കി തന്നെ വേണം അപ്ലൈ ചെയ്യാൻ. നമ്മൾ സാധാരണ ഹെന്ന പാക്കൊക്കെ ചെയ്യാറില്ലേ, ഇങ്ങനെ ബ്രഷൊക്കെ വെച്ച്, അതുപോലെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നടുവിൽ ഒന്നും ആവരുത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മെല്ലെ ചെയ്തിട്ട് എന്താ മുഴുവനായും തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ ആ മിഡിൽ ഭാഗത്തൊക്കെ ആയിക്കഴിഞ്ഞാലല്ലേ അത് പോയി കിട്ടാൻ പ്രയാസമായിരിക്കും. ഇപ്പം ഞാനിത് രാവിലെ ഫംഗ്ഷനൊക്കെ പോയി, ഇത് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ മുടി കാണിച്ചിരുന്നത്. അന്നേരം എനിക്ക് കുറേ വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ നിങ്ങൾ, മുടി അതുപോലെ തന്നെ കറുപ്പായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലുള്ള നരയൊന്നും നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ കയ്യിലിത് ഒന്ന് തടവി കാണിച്ചു തരാം. തീരെ എൻ്റെ എവിടെയും കറുപ്പ് കളറ് കയ്യിൽ കിട്ടില്ല കേട്ടോ. ഏത് ഭാഗത്ത് തൊട്ട് നോക്കിയാലും കയ്യിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടിൽ തന്നെ മനസ്സിലാക്കാം. ഞാൻ അതിനുശേഷം കുളിച്ചിട്ടില്ല കേട്ടോ. കുളിക്കുന്നതിന് മുമ്പേ ഉള്ള റിസൾട്ടാണ്. രാവിലെ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ അത് വൈകിട്ടും അതുപോലെ തന്നെയുണ്ട്. ഒന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഓരോന്നിൻ്റെയും ഇടയിൽ തേച്ച് കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ അത്ര സമയം എടുത്ത് വേണം ചെയ്യാൻ. ഞാൻ കുറച്ച് ഒരു 2 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് തേച്ച് കൊടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് ഒറ്റ ഇതിൽ തേക്കാൻ പറ്റില്ല നമുക്ക്. 2 മിനിറ്റ്. പക്ഷേ തേച്ച ഉടനെ തന്നെ നല്ല കറുപ്പ് കളറുണ്ടാവും. പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതൊന്ന് നല്ല വൃത്തിക്ക് ഇതുപോലെ അമർത്തി തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ വൈകിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചിരുന്നത്. എൻ്റെ കയ്യിൽ തീരെ ഒട്ടുന്നില്ല. കണ്ടോ നിങ്ങൾ, കൈയൊക്കെ കഴുകിയിട്ട് നനഞ്ഞ കൈ കൂടിയാണ് എൻ്റെ, എന്നിട്ട് വരെ കയ്യിലൊന്നും ഒട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കുളി കഴിഞ്ഞിട്ടില്ല വീഡിയോ കാണിച്ചാൽ, ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത് അതുപോലെ തന്നെയുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെയുണ്ട്. ഇത് കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.